Good morning, children. Last class we have discussed residential status of an individual. I hope all of you could understand. Today I am going to work out how to determine residential status. Exercise 2. Mr. Vinu came to India first time during the previous year 2019-20. During the previous year, he stayed in India for A. 48 days, B. 184 days, C. 160 days. Determine his residential status for the assessment year 2020-21. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞത്. അസസ്മെൻറ്റ് ഇയർ 2020-21. അപ്പോൾ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുക? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ രണ്ട് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ഒന്ന് റെസിഡൻറ്റ്, സെക്കൻഡ് വൺ നോൺ റെസിഡൻറ്റ്. റെസിഡൻറ്റിന് എന്ത് ചെയ്തു? എഗെയിൻ ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ ഓർഡിനറിലി റെസിഡൻറ്റ്, സെക്കൻഡ് വൺ നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഇനി ഒരാൾ റെസിഡൻറ്റ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. രണ്ട് ബേസിക് കണ്ടീഷൻ ഉണ്ട്. അതിൽ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ എന്തായി മാറും? റെസിഡൻ്റായി മാറും. അപ്പം എന്തൊക്കെയാണ് കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഒന്നെങ്കിൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും പ്ലസ് 365 days in 4 years preceding the relevant previous year. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുൻപ് 365 ഡേയ്സും അതുപോലെ തന്നെ 60 ഡേയ്സ് പ്രീവിയസ് ഇയറിലും ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണം. ഇതാണ് രണ്ട് കണ്ടീഷൻ. ഇതിലൊന്ന് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ എന്തായി മാറും? റെസിഡൻ്റായി മാറും. ഇനി ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ എന്തായി മാറും? നോൺ റെസിഡൻ്റായി മാറും. ഇനി ഓർഡിനറിലിയും നോട്ട് ഓർഡിനറി ആണെങ്കിലോ? ഓർഡിനറിലി എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക് കണ്ടീഷൻ്റെ കൂടെ രണ്ട് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ രണ്ട് അഡീഷണൽ കണ്ടീഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ എന്താ? 2 out of 10 years. അതായത് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുൻപുള്ള 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിലുണ്ടായിരിക്കണം. അത് മാത്രം പോരാ, സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുൻപുള്ള 7 ഇയേഴ്സിൽ 730 ഡേയ്സും ഇന്ത്യയിലുണ്ടാവണം. ഈ രണ്ട് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താണെങ്കിൽ അയാൾ എന്തായി മാറും? ഓർഡിനറിലി ആവും. ഇനി രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല അയാൾ എന്തായി മാറും? നോട്ട് ഓർഡിനറിലി. ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു കണ്ടീഷൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? മിസ്റ്റർ വിനു ഫസ്റ്റ് ടൈമിൽ ഇന്ത്യയിൽ വരാണ്. പ്രീവിയസ് ഇയർ 2019-20 ഫസ്റ്റ് ടൈമിൽ ഇന്ത്യയിൽ വന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ 3 രീതിയിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ മിസ്റ്റർ വിനു 48 ഡേയ്സ് സ്റ്റേ ചെയ്യുന്നു. സെക്കൻഡ് കേസിൽ 184 ഡേയ്സ് സ്റ്റേ ചെയ്യുന്നു. ലാസ്റ്റ് കേസിൽ 160 ഡേയ്സ് സ്റ്റേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ അയാൾ എത്ര ഡേയ്സ് ഇന്ത്യയിലുണ്ട്? പ്രീവിയസ് ഇയറിൽ 48 ഡേയ്സ് ഉണ്ട്. അപ്പം ആദ്യം ബേസിക് കണ്ടീഷനിലേക്ക് പോകാം. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്തിലേക്ക് വന്നാൽ മതി? അഡീഷണലിലേക്ക് വന്നാൽ മതി. ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 182 ഡേയ്സ് വേണം പ്രീവിയസ് ഇയർ, അതല്ലാന്നുണ്ടെങ്കിൽ 60 ഡേയ്സ് വേണം. ഇതെന്തെങ്കിലും ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് കേസിൽ നോക്കാം. ഹി റിസൈഡ്സ് ഇൻ ഇന്ത്യ ഓൺലി ഫോർ 48 ഡേയ്സ്. 48 ഡേയ്സ് മാത്രമേ ഉള്ളൂ. സോ ഹി ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അയാൾ എന്തായി മാറി? ഹി ഈസ് എ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് കേസിലേക്ക് വരാം. സെക്കൻഡ് കേസ് എന്താ പറയുന്നത്? 184 ഡേയ്സ്. 184 ഡേയ്സ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? അതായത് മിസ്റ്റർ വിനു ഫസ്റ്റ് ടൈമിൽ ഇന്ത്യയിൽ വരുന്നു, 184 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ ബേസിക് കണ്ടീഷൻ ആദ്യം നോക്കാം, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ.
സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം എന്താ 182 ഡേയ്സ് ആണ് ബേസിക് കണ്ടീഷനിൽ വരുന്നത്. ഇയാൾ എത്ര ഡേയ്സ് ഉണ്ട്? 184 ഡേയ്സ് ആണ്. അപ്പോൾ എന്താണ്, അയാൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? ഇനി ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അയാൾ ആരാണ്? റെസിഡൻറ്റ്. ഇനി നോക്കേണ്ടത് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോയെന്ന്. അങ്ങനെയാണെങ്കിൽ അയാൾ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ എന്താ? 2 ഔട്ട് ഓഫ് 10 ഇയേഴ്സ്, 10ൽ 2 വർഷവും 7 ഇയേഴ്സിൽ 730 ഡേയ്സും വേണം. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കുക. അയാൾ ഫസ്റ്റ് ടൈമിലാണ് ഇന്ത്യയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് മുൻപ് അയാൾ ഇന്ത്യയിൽ ഉണ്ടാവോ? ഇല്ല. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ എന്താവുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇയാൾ ആരാണ്? ഹി ഈസ് എ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി. നോട്ട് ഓർഡിനറിലി ആണ്. കാരണം എന്താണ്? ബേസിക് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം അയാൾ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡിൽ എന്താ പറയുന്നത്? 160 ഡേയ്സ് ആണ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നത്. 160 ഡേയ്സ്. അപ്പോൾ 160 ഡേയ്സ് ആണെങ്കിൽ ആദ്യം നമ്മൾ നോക്കാം ബേസിക് കണ്ടീഷൻ. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ അയാൾ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം എന്താ? 182 ഡേയ്സിലേ ഉള്ളൂ, 160 ഡേയ്സ് ഉള്ളൂ. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷനിൽ 60 ഡേയ്സ് ഓക്കെ ആണ്. കാരണം എന്താ? 160 ഡേയ്സിന്. അപ്പോൾ 60 ഡേയ്സ് ഓക്കെ ആണ്. പക്ഷേ 365 ഡേയ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അയാൾ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ വരുന്നത്. 365 ഡേയ്സ് എങ്ങനെയാണ്? 4 ഇയേഴ്സ് പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷത്തിൽ 365 ദിവസം അയാൾ എവിടെ ഉണ്ടാവണം? ഇന്ത്യയിൽ ഉണ്ടാവണം. പക്ഷേ അയാൾ ഈ പ്രീവിയസ് ഇയറിലാണ് ഫസ്റ്റ് ടൈമിൽ ഇന്ത്യയിൽ വന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? 365 ഡേയ്സും ഈ ഒരു കേസിൽ ഉണ്ടാവില്ല. അപ്പം ഇയാൾ ആരായി മാറും? നോൺ റെസിഡൻറ്റ്. എന്താ കാരണം? 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഫസ്റ്റ് 182 ഡേയ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്താ? 60 ഡേയ്സിൽ ഇന്ത്യയിലുണ്ട്, പക്ഷേ 365 ഡേയ്സ് ഇല്ല. അതുകൊണ്ട് ഹി ഈസ് എ നോൺ റെസിഡൻറ്റ്. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, കാരണം 4 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Mr. Rohit left India for first time on May 31, 2019. Determine his residential status for the assessment year 2020-21. First one, he left India for employment purpose. Second one, he left India on world tour. Question നല്ലോണം വായിക്കണം. അതായത് മിസ്റ്റർ രോഹിത് ആദ്യമായിട്ട് ഇന്ത്യ വിട്ടു പോവാണ് 2019 മെയ് 31. അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. 2 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്ന്, അയാൾ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആണ്. രണ്ടാമത്തെ കേസിൽ പറയുന്നത് എന്താ? വേൾഡ് ടൂറാണ്. നോക്കാം എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇതിൽ രോഹിത് ലെഫ്റ്റ് ചെയ്യുന്നത് മെയ് 31, 2019 ഇങ്ങനെ ആകുമ്പോൾ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം മെയ് 31 എന്ന് പറയുന്നത് ഇന്ത്യയിലാണോ അയാൾ ഉണ്ടാവുന്നത്, അതല്ല മെയ് 31 ഔട്ട്സൈഡാണോ? അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ മെയ് 31 ക്വസ്റ്റ്യനിൽ പറയുന്ന ആ ഒരു ഡേറ്റ് ഇന്ത്യയിലാണെന്ന് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. ഓക്കെ, ഹിയർ പ്രീവിയസ് ഇയർ 1/4/2019 to 31/3/2020 ജനറലി അറിയുന്നൊരു കാര്യമാണ്. പിന്നെ നോക്കേണ്ടത് എന്താണ്? പ്രീവിയസ് ഇയറിൽ എത്ര ഡേയ്സ് ഇന്ത്യയിലുണ്ടെന്നാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ. ഫസ്റ്റ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറഞ്ഞ് മാർച്ച് വരെയുണ്ട്. ഇയാൾ എന്നാ പോകുന്നത്? മെയ് 31, 2019 ഇപ്പം എത്ര ഡേയ്സാണ് അയാൾ നാട്ടിലുണ്ടായത്? ഏപ്രിലാണ് തുടങ്ങുന്നത്. അപ്പം ഏപ്രിൽ എത്ര ദിവസം ഉണ്ട്? 30 ഡേയ്സ്. ഏപ്രിൽ കഴിഞ്ഞു മെയ്യിൽ എത്ര ഡേയ്സ് ഉണ്ട്? 31. അയാൾ എന്നാ പോകുന്നത്? മെയ് 31 പോകുന്നത്. അപ്പോൾ മെയ് 31 എന്തായിട്ട് എടുക്കുക? ഇന്ത്യയിലാണെന്ന് അസ്യൂം ചെയ്യുക. സോ പ്രീവിയസ് ഇയറിൽ എത്ര ഡേയ്സ് ആണുള്ളത്? 61 ഡേയ്സ്. ഏപ്രിൽ ആൻഡ് മെയ്. ഏപ്രിൽ മെയ്യിൽ മാത്രമേ അയാൾ എന്തുള്ളൂ? നാട്ടിലുണ്ടായിട്ടുള്ളൂ. സോ ഹി ക്യാൻ റിസൈഡ്സ് ഇൻ ഇന്ത്യ
61 days during the previous year. ഇനി ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? 182 ഡേയ്സ് അയാൾ എവിടെ ഇല്ല? ഇന്ത്യയിലില്ല. സോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് കണ്ടീഷനിലേക്ക് വരാം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? 60 days പ്ലസ് 365 days പ്രിസീഡിങ് 4 years അല്ലേ? 4 വർഷം 365 വേണം, പ്ലസ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും വേണം. അതിൽ കണ്ടീഷൻ ഓക്കെയാണ്. കാരണം എന്താ? 60 ഡേയ്സിൽ കൂടുതലുണ്ട്, 61 ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ട്. ഇനി 365 ഡേയ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യും? ഫസ്റ്റ് ടൈമാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്നും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 365 ഡേയ്സും എവിടെ ഉണ്ടാവും? ഇന്ത്യയിലുണ്ടാവും. അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 182 ഡേയ്സാണ്. അതൊരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയൂല. കാരണം ആകെ 61 ഡേയ്സ് മാത്രമേ പ്രീവിയസ് ഇയറിൽ അയാൾ നാട്ടിലുണ്ടായിട്ടുള്ളൂ. സെക്കൻഡ് കണ്ടീഷൻ ആണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം 60 ഡേയ്സ് പ്ലസ് 365 ഡേയ്സ് ഡ്യൂറിങ് 4 years അല്ലേ? കാരണം അയാൾ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ നിന്നും പോകുന്നത്. സോ ഹി ഈസ് റെസിഡൻറ്റ്. ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അയാൾ എന്താണ്? റെസിഡൻ്റ് ആണ്. അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ നമ്മളോട് 2 കണ്ടീഷൻ വെച്ചിട്ടാണ് കാണാൻ പറഞ്ഞത്. ഒന്നെന്താണ്? എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് ഒരാൾ ഇന്ത്യയിൽ നിന്നും പോവുകയാണെങ്കിൽ 60 ഡേയ്സിന് പകരം എന്ത് കൺസിഡർ ചെയ്യണം? 182 ഡേയ്സ്. കാരണം ഒരു എക്സംഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2 എക്സംഷനാണുള്ളത്. ഒന്ന് എംപ്ലോയ്മെൻറ്റ് പർപ്പസിനോ അതല്ല ഇന്ത്യൻ ഷിപ്പിലെ മെമ്പറോ ആണെങ്കിൽ 60 ദിവസത്തിന് പകരം എത്ര എടുക്കണം? പ്രീവിയസ് ഇയർ 182 ഡേയ്സ്. അതുപോലെ തന്നെ ഒന്നെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ, അതല്ല ഒരു ഫോറിനർ, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളൊരു ഫോറിനർ ഔട്ട്സൈഡിലാണ് താമസിക്കുന്നത്. ആ ഒരു കേസിലും എന്താണ്? 60 ഡേയ്സിന് പകരം എന്തെടുക്കണം? 182 ഡേയ്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് എംപ്ലോയ്മെൻറ്റ് പർപ്പസിനാണ് പോകുന്നത്. എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് പോവുകയാണെങ്കിൽ 60 ഡേയ്സിന് പകരം എന്ത് കൺസിഡർ ചെയ്യാനേ പറ്റുള്ളൂ? 182 ഡേയ്സ്. അത് അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇൻ ദിസ് കേസ് ഹി ഈസ് എ നോൺ റെസിഡൻറ്റ്. കാരണം എന്താണ്? 182 ഡേയ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തായി മാറി? നോൺ റെസിഡൻ്റായി മാറി. ഇനി സെക്കൻഡ് കേസ് നോക്കാം. ഹി ലെഫ്റ്റ് ഇന്ത്യ ഫോർ വേൾഡ് ടൂർ. വേൾഡ് ടൂറിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്നും പോയത്. അപ്പോൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കാം. അതായത് ബേസിക് കണ്ടീഷൻ എടുക്കാം. ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷൻ ഓൾറെഡി എന്താവുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 182 ഡേയ്സ് ഇല്ല, ഓൺലി 61 ഡേയ്സ് ഉള്ളു. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ഓക്കെയാണ്. സെക്കൻഡ് കണ്ടീഷൻ്റെ കൂടെ 365 ഡേയ്സും എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഫസ്റ്റ് ടൈമാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്നും പോകുന്നത്. അതുകൊണ്ട് എന്താണ്? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ആരാണ്? റെസിഡൻ്റ് ആണ്. ഇനി റെസിഡൻറ്റിൽ നിന്നും ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ നോക്കണം. ഓർഡിനറി ഓർ നോട്ട് ഓർഡിനറി. അതിന് അഡീഷണൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അഡീഷണൽ കണ്ടീഷനിൽ ഫസ്റ്റ് വൺ എന്താണ്? 2 ഔട്ട് ഓഫ് 10 ഇയേഴ്സും 730 ഡേയ്സ് ഇൻ 7 ഇയേഴ്സും. അതും എന്ത് ചെയ്യുന്നുണ്ട്? ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഹി ലെഫ്റ്റ് ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈമിലാണ് ഇയാൾ ഇന്ത്യ വിട്ടു പോകുന്നത്. അപ്പോൾ അത്രയും കാലം അയാൾ എവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ എന്താണ്? ഓർഡിനറിലി റെസിഡൻറ്റ്. ഓക്കെ, ഇതാണ് ഈ ഒരു 2 പ്രോബ്ലം 2 കേസിൽ ചെയ്യുന്നത്. ഒന്ന് എംപ്ലോയ്മെൻറ്റ് പർപ്പസാണ്. എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആയപ്പോൾ അയാൾ എന്തായി മാറി? നോൺ റെസിഡൻ്റ് ആയി. ഇനി അതല്ല, അയാൾ വേൾഡ് ടൂറിന് പോകുന്ന സെക്കൻഡ് കേസിലാണെങ്കിൽ അയാൾ എന്തായി മാറി? റെസിഡൻ്റ് ആണ്, ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ക്ലിയർ സ്റ്റുഡൻസ്? ഇനി ഒരു 3 ഹോംവർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യുക. എനിക്ക് പേഴ്സണലി വാട്സപ്പ് ചെയ്യാം. First question, Christy, a US national, comes to India for the first time during 2015-16. During the financial years 2015-16, 16-17, 2017-18, 2018-19 and 2019-20, he was in India for 55 days, 60 days, 80 days, 160 days and 70 days respectively.
determine his residential status for assessment year 2020-21. അതായത് ക്രിസ്റ്റി എന്ന് പറഞ്ഞ ഒരു US നാഷണൽ ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് വന്നത് 2015-16 പിന്നെ പറയുന്ന എന്താണ് 2015-16 ഇന്ത്യയിൽ 15 ഡേയ്സ് സ്റ്റേ ചെയ്തു. 16-17 60 ഡേയ്സ് സ്റ്റേ ചെയ്തു. 17-18 80 ഡേയ്സ്. 18-19 160 ഡേയ്സ്. 19-20 70 ഡേയ്സ്. ഇങ്ങനെയാണ് അയാൾ എന്ത് ചെയ്തത്, ഇന്ത്യയിൽ സ്റ്റേ ചെയ്തത് ഓരോ ഇയറിലും. ഈ രീതിയിലാണെങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം ബേസിക് കണ്ടീഷൻ എടുക്കുക, റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കുക. റെസിഡൻ്റ് ആണെങ്കിൽ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ യൂസഫ്, ആൻ ഇന്ത്യൻ സിറ്റിസൺ, ലെഫ്റ്റ് ഇന്ത്യ for first time on 1st April 2019 for joining job in Dubai. He came to India on 11th October 2019. Determine his residential status. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ടൈം പോകാണ് പുറത്തേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, അതൊക്കെ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്തിനാണ് പോകുന്നത്, എംപ്ലോയ്മെൻറ്റ് പർപ്പസിനാണ് പോകുന്നത്. തിരിച്ചു വരുന്നത് എന്നാ നോക്കാം, 11th October 2019. ഓക്കെ, ഡിറ്റർമിൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ എന്താ നോക്കേണ്ടത്, എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് പോവുകയാണെങ്കിൽ ബേസിക് കണ്ടീഷനിൽ സെക്കൻഡ് കേസ് അതായത് 60 ഡേയ്സ് എന്തായിട്ട് മാറും, 182 ഡേയ്സ് ആയിട്ട് മാറും. അപ്പോൾ ഇയാൾ ആദ്യം പ്രീവിയസ് ഇയറിൽ എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ പറ്റോ സെക്കൻഡ് കണ്ടീഷൻ പറ്റോ നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ ആണെങ്കിൽ ഒരു കാര്യം കൂടി നോക്കണം, എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് പോകുന്നതുകൊണ്ട് 60 ദിവസത്തിന് പകരം 182 ഡേയ്സ് എടുക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ ഹിഗിൻസ്, എ ഫോറിൻ ക്രിക്കറ്റർ, comes to India for 100 days every year since financial year 2009-10. Find out residential status. അതായത് ഒരു ഫോറിൻ ക്രിക്കറ്റർ ഇന്ത്യയിൽ ഫസ്റ്റായിട്ട് വരാൻ തുടങ്ങിയതെന്നാ 2009-10 ആണ്. അതുമുതൽ എല്ലാ വർഷവും 100 ഡേയ്സ് എവിടെ ഉണ്ടാവും, ഇന്ത്യയിലുണ്ടാവും. അപ്പോൾ എന്തായിരിക്കും അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? ഈ 3 പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് നല്ലോണം പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യാനിരിക്കുക. ഓരോ ഇയറിലും എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ സ്റ്റുഡൻസ്, ദിസ് ഈസ് ഫോർ ടുഡേയ്സ് ക്ലാസ്. See you in next class. Thank you all.